ആ കുഴിക്ക് മൊത്തം ഏതാണ്ട് 400 കിലോമീറ്ററോളം അടുത്ത് നീളം. അതിൻ്റെ അങ്ങടിയിൽ കൂടെ അഗാധതയിലൂടെ കൊളറാഡോ നദി ഒഴുകുന്നു, കലങ്ങി ഒഴുകുന്നു. ഇതിൽ ഈ ഇടിഞ്ഞുപോയ ഈ മണ്ണിൻ്റെ തിട്ടകളൊക്കെ ഏതോ ഒരു ശില്പി കൊത്തുപണികൾ നടത്തിയതുപോലെ മനോഹരമായി കാർവ് ചെയ്തിരിക്കുന്നത് പോലത്തെ ഒരു ഭൂപ്രദേശം. ഈ 1.5 കിലോമീറ്റർ താഴേക്ക് നമുക്ക് നടന്നിറങ്ങാം, സാഹസികർ നടന്നിറങ്ങും. എന്നിട്ട് രാത്രി വൈകുന്നേരം ആവോളം എത്തുമ്പോഴേക്കും അവിടെ പോയി വിശ്രമിക്കാം, ക്യാമ്പ് ചെയ്യാം. എന്നിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും വീണ്ടും മല കയറി അല്ലെങ്കിൽ ഈ തിട്ട കയറി മുകളിലേക്ക് വരിക. അപ്പോൾ അതിന് പല വക്കുകളുണ്ട്. അതിലെ വെസ്റ്റ് റിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നത്. കാരണം ഇതിൻ്റെ 2 വശങ്ങളിലും നമുക്ക് ഇതൊരു കുഴിവാണല്ലോ, ഒരു ഗർത്തമാണ്. ഈ ഗർത്തത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് പോയി നിൽക്കാം. അതുകൂടാതെ ഇത് വളഞ്ഞു പൊളഞ്ഞാൽ പോകുന്നതെന്നുള്ളതുകൊണ്ട് വെസ്റ്റ് റിമ്മ്, സൗത്ത് റിമ്മ്, ഇങ്ങനെ പല റിമ്മുകളുണ്ട്. അതിലെ ഏറ്റവും മനോഹരമായ പല സ്ഥലങ്ങളും വലിയ ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ്. അവിടെയൊക്കെ ടൂറിസത്തിന് വേണ്ടി നിരവധി ആക്ടിവിറ്റികളുണ്ട്.